ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നടി ഷക്കീലയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. മലയാള സിനിമയിൽ നിന്നും തനിക്കുണ്ടായ അനുഭവങ്ങളാണ് നടി വെളിപ്പെടുത്തിയത്. അതേസമയം പണത്തിന് വേണ്ടി ശരീരം വിൽക്കേണ്ട അവസ്ഥ തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഷക്കീല ഇപ്പോൾ പറയുന്നത്. 90കളിൽ തൻ്റെ ഒരു ദിവസത്തെ ഷൂട്ടിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുമായിരുന്നു. മാത്രമല്ല, ലക്ഷങ്ങൾ ഇരട്ടിയാക്കി പലരും തരും. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടൊന്നും തനിക്ക് വന്നിട്ടില്ല. മാത്രമല്ല, തന്റെ ശരീരത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചും ഷക്കീല അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ശരീരത്തിൽ മാറ്റങ്ങളൊന്നും ഞാൻ വരുത്തിയിട്ടില്ല. ഞാൻ നല്ലവണ്ണം ഭക്ഷണം കഴിക്കും. ചെറുപ്പത്തിൽ ഞാനൊരു ഹെൽത്തി ബേബിയായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ കാണുന്നവർ 12ാം ക്ലാസ്സിലാണോ എന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഒരു ശരീരമാണ് എനിക്കുണ്ടായിരുന്നത്. എൻ്റെ ബ്രസ്റ്റിന് ഹോർമോണൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടോ എന്നൊക്കെയായിരിക്കാം ചിന്തിക്കുന്നത്. അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതെല്ലാം ഒറിജിനലാണ്. എനിക്ക് വണ്ണം കുറയ്ക്കുന്നതിനെ പറ്റി പോലും ഐഡിയ ഇല്ല. ഡയറ്റ് എടുക്കുവാനോ ഭക്ഷണം കുറയ്ക്കുവാനോ എനിക്ക് പറ്റില്ല. ഞാൻ പ്രശസ്തിയിലേക്ക് എത്തുന്നത് തന്നെ തടിയുള്ളതിൻ്റെ പേരിലാണ്. ഈ നാട്ടിൽ വണ്ണം ഉണ്ടായതിൻ്റെ പേരിൽ പ്രശസ്തിയിലേക്ക് വന്നവരിൽ ഒരാൾ ഞാൻ തന്നെയായിരിക്കും. അങ്ങനെ ഒരു അംഗീകാരം ഷക്കീലയ്ക്കുള്ളതാണ്. ഞാൻ വേറൊന്നും ചെയ്തിട്ടല്ല ഇങ്ങനെ ഉണ്ടായതെന്നും നടി പറയുന്നു. പണത്തിന് വേണ്ടി ശരീരം വിൽക്കേണ്ടി വന്നിട്ടുണ്ട്. എത്ര തവണയെന്ന് എനിക്ക് എണ്ണാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. ഇതൊക്കെ നടന്നത് 1996-97 കാലഘട്ടത്തിലാണ്. 1999 അവസാനത്തിൽ കിന്നാരത്തുമ്പി എന്ന സിനിമ ഇറങ്ങി. അവിടുന്ന് ഒരു സ്റ്റാർട്ടപ്പ് കിട്ടിയതോടെ പിന്നെ എനിക്ക് അങ്ങനെ പോകേണ്ടതായി വന്നിട്ടില്ല. സിനിമയിലെ ഹീറോയും ഹീറോയിനുമൊക്കെ ഞാൻ തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിച്ചാൽ ഞാൻ ഡേറ്റ് കൊടുക്കില്ല. അന്ന് സിനിമയിൽ എൻ്റെ ഒരു ദിവസം മതി അവർക്ക് ആ സിനിമയെ വിൽക്കാൻ. എന്നോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ ഞാൻ പോടാ, ഡേറ്റ് ഇല്ലെന്ന് പറയും. അതുകൊണ്ട് ആരും അങ്ങനെ സമീപിക്കാറില്ല. അന്ന് എൻ്റെ ഡേറ്റിന് വേണ്ടി പ്രതിഫലം ഇരട്ടിയാക്കുന്നവരുണ്ടായിരുന്നു. ഡേറ്റ് തരാനില്ല, 10 ദിവസത്തിന് ശേഷം ആവട്ടെ എന്ന് പറഞ്ഞാൽ ഇന്ന് 3 ലക്ഷത്തിൻ്റെ ഷൂട്ടാണെങ്കിൽ അവരത് 6 ലക്ഷമാക്കി തരാമെന്ന് പറയും. അങ്ങനെ അവർ തന്ന പൈസ ഇരട്ടിയാക്കും. പൈസ തന്നെയായിരുന്നു പ്രധാനം. 17കാരനും 60കാരനും ഒക്കെ ഷക്കീലയുടെ ശരീരം കാണാൻ വേണ്ടിയാണ് അന്ന് തിയേറ്ററുകളിലേക്ക് വന്നതെന്ന് പറയാൻ പറ്റില്ല. രേഷ്മ, മറിയ തുടങ്ങിയ സുന്ദരിക്കുട്ടികൾ വേറെയും ഉണ്ടായിരുന്നു. അവരെ കാണാനും ആളുകൾ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഷക്കീലയെ മാത്രം കാണാനാണെന്ന് പറയാൻ പറ്റില്ലെന്നും നടി കൂട്ടിച്ചേർക്കുന്നു.